രാവിലെ അച്ഛന് ചോറ് കൊണ്ടുപോകേണ്ടത് കൊണ്ട് അരി അടപ്പിൽ അങ്ങിട്ട് അത് കഴിഞ്ഞ് മീൻ വെട്ടാൻ വേണ്ടി ഇരുന്ന് നമ്മുടെ ചൂടയും വട്ടമത്തിയാണ് കിട്ടിയത്. വട്ടമത്തി ആദ്യമേ അങ്ങ് വറക്കാൻ അടപ്പയിലോട്ട് വെച്ച്, കാരണം ചോറ് കൊടുത്തു വിടേണ്ടത് കൊണ്ട് വട്ടമത്തിയും തോരനോ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചൂട പറ്റിക്കാൻ അതിന് വേണ്ടിയുള്ള തേങ്ങാതിരുമ്മലാണ്. ഇവിടെ ആണെങ്കിൽ ഇരുന്നുള്ള തേങ്ങാതിരുമ്മലാണ്, നിന്നല്ല തേങ്ങ തിരുമുന്ന സാധനം, ഇരുന്ന് തിരുമുന്ന ചിരവയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് സ്വസ്ഥ സമാധാനമായിട്ട് തേങ്ങാതിരുമ്മ. അതൊക്കെ പണ്ടുള്ള വീടുകളിലാണ്. ഇപ്പോൾ എല്ലായിടത്തും നിന്ന് തിരുമുന്നതും വേറെ മോഡലിലുള്ള തേങ്ങയൊക്കെയാണ്. ഇത് പണ്ടത്തെ ചിരവയാണ്. എനിക്ക് തോന്നുന്നു കൈമാറി ചിരവ എല്ലാം കൈമാറി കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊന്നും കിട്ടിയില്ലെങ്കിലും. പിന്നെ അതിനുള്ള അരപ്പ് റെഡിയാക്കുവാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് അതിനകത്ത് വേറെ ഒന്നും ഇടുന്നില്ല. മഞ്ഞപ്പൊടിയും കുറച്ച്, ഞാനാണെങ്കിൽ ഇഞ്ചിയൊക്കെ മീനകത്ത് തന്നെ കൊത്തിപ്പൊടിച്ചാണ് ഇടുന്നത്. 2-3 കാന്താരിമുളക് ഇടുന്നുണ്ട് അരയ്ക്കാനും. എരി കിട്ടുന്നെങ്കിൽ അങ്ങോട്ട് ഇട്ടിട്ടെ എല്ലാം ഇരിഞ്ഞങ്ങോട്ട് ഇരിക്കട്ടെ എന്നോർത്ത്. പിന്നെ ആണെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും ബാക്കി കൊച്ചുള്ളി എല്ലാം കൂടെ അരിഞ്ഞിടാമെന്ന് വിചാരിച്ച് കൊത്തിയാണ് അരിഞ്ഞിടുന്നത്. ഇത് മത്തി വറക്കാൻ വെച്ചുകൊണ്ട് നല്ല ചൂടുണ്ട്. അതിനകത്ത് കുറച്ച് 5-6 അയിലയും കൂടെ ഉണ്ടായിരുന്നു, അയിലക്കുഞ്ഞ്. അതും കൂടെ ഞാൻ അരപ്പ്, ഞാൻ ആദ്യം ഓർത്ത് മഞ്ഞൾപ്പൊടി കുറവാണോ എന്ന്, പിന്നെ എന്തായാലും വെന്ത് വരുമ്പോൾ കളറ് വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പുഴുങ്ങി എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി, അതുകൊണ്ട് നല്ല കളറൊക്കെ കിട്ടും. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മാങ്ങ അതാണ് ഞാൻ ഇട്ടത്, നമ്മുടെ മാവിൽ തന്നെ ഉണ്ടായതാണ്. പുളി ഇടാമെന്ന് ആദ്യം വിചാരിച്ച്, പിന്നെ ഓർത്ത് മാങ്ങ ഇട്ട് വെക്കാമെന്ന്. ഞാനതങ്ങ് കുറച്ച് കൈവെള്ളം തളിക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷെ തളിച്ച് വന്നപ്പോൾ ഇച്ചിരി കൂടിപ്പോയി വെള്ളം. അതും അങ്ങോട്ട് അടപ്പയിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത്, ഇപ്പുറത്തെ അടപ്പയിലാണെങ്കിൽ ഞാൻ ഓർത്തുന്ന രസം വെക്കാമെന്ന്. രസത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കുവാണ്. എണ്ണ വെച്ചേക്കുന്ന കുപ്പി എന്നോട് ഒരാൾ ചോദിച്ച്, ഇവിടെ എപ്പോഴോ മേടിച്ച ഒരു കുപ്പി, ഒരു പച്ചക്കുപ്പിക്കകത്താണ് ഞാൻ എണ്ണ വെച്ചേക്കുന്നത്. ഇത് രസത്തിനുള്ളതാണ്. തക്കാളിയും പിന്നെ കുറച്ച് കാന്താരിമുളകും കൂടി ഇട്ട് വെച്ച് അതൊന്ന് ഇളക്കി റെഡിയാക്കി. പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇവിടെ തന്നെ പൊടിച്ച് ഞാൻ വെച്ചേക്കുവാണ്. നേരത്തെ അണ്ണൻ കുരുമുളക് പറിക്കാൻ പോയപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളകും അതിൻ്റെ പൊടിയും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ്. നന്ദു ഇടയ്ക്ക് വന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ, നന്ദുവിനെ അപ്പുറത്തെ സൈഡിൽ താഴെ ഇരുത്തി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ. കാരണം പഠിത്തവും ജോലിയും എല്ലാം ഒരുപോലെ അങ്ങ് നടക്കട്ടെ എന്നോർത്ത് അവൾ അവിടെ എഴുതും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് എന്നോട് വേഗം ചോദിക്കും. ഞാൻ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അതും അങ്ങ് നടക്കുമല്ലോ. പിന്നെ ആണെങ്കിൽ രസത്തിനുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ അമ്മേ കറുത്തിരിക്കുന്ന പൊടിയെന്ന്. ഞാൻ പറഞ്ഞു കുരുമുളക് ഞാൻ ഇച്ചിരി ഏറെ അരച്ചിട്ടുണ്ട്, കാരണം ഇവിടെ എല്ലാവർക്കും കുരുമുളക് രസം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അങ്ങോട്ട് കിടക്കട്ടെ കുരുമുളക് ഇച്ചിരി കൂടുതലായിട്ടെന്ന്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ മീൻ ഏകദേശം വെന്ത് റെഡിയായി ഇരിക്കുവാണ്. ഞാൻ പിന്നെ കുറച്ച് പുളിവെള്ളം നമ്മുടെ പിഴിഞ്ഞൊഴിച്ച വെള്ളം എല്ലാം ഇട്ട് അതങ്ങോട്ട് സെറ്റാക്കി വെക്കുവാണേ. ഞാനാണെങ്കിൽ ഈ മീൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പം അത്യാവശ്യം വെള്ളമെല്ലാം പറ്റിയാൽ നമ്മൾ തോരൻ രീതിയിലാണ് മീൻ എടുക്കുന്നത്. വെള്ളമെല്ലാം നല്ലതായിട്ട് വറ്റിച്ചെടുത്തിട്ട് തോരൻ പോലെ ചിക്കി എടുക്കും. ഇപ്പുറത്തെ രസത്തിൻ്റെ കളർ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ രസത്തിന് കുറച്ച് കറുത്ത കളർ കൂടിപ്പോയി. അത് കുരുമുളകും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഞാനങ്ങ് അടിച്ചേ. രസമാണെങ്കിൽ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. രസം തിളച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇരുന്നതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഒരു തിളച്ചിട്ട് നമുക്ക് രസം അങ്ങ് ഓഫ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കേണ്ട, മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും. അതിൻ്റെ കൂട്ടത്തിൽ അത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പയറ് തോരൻ രാവിലെ അച്ഛന് കൊണ്ടുപോകാൻ വേണ്ടി അതും കൂടി ഇപ്പുറത്ത് കുക്കർ അടിച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പേ പയറ് വെള്ളത്തിയിട്ട്. ഇനി വേഗം റെഡിയായിട്ട് അടുത്ത ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. വീട്ടിൽ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അവർക്കുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോവാണ്. അപ്പം ഞാൻ ഓർത്ത് നന്ദുവിനെ ട്യൂഷനാണ് വിട്ടിരിക്കുന്നത് അക്ഷരം പഠിക്കാൻ വേണ്ടി. അവിടെ നിന്ന് വിളിച്ച് അവളെ അംഗനവാടിയിലാക്കിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾ ഭയങ്കര ഹാപ്പി. കാരണം 1 മണിക്ക് പോകേണ്ട ഞാൻ 12 മണിക്ക് അവളെ വിളിക്കാൻ ചെന്നതിൻ്റെ ഒരു സന്തോഷം. ഇവിടെ SME വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക്. കാരണം പെരുന്നാളിങ്ങനെ അടുത്തല്ലോ, 2 ദിവസം മാത്രമേ ഉള്ളൂ പെരുന്നാളിന്. അങ്ങനെ ഞാൻ കയറി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണെങ്കിൽ അമ്മയ്ക്ക് നല്ലതായിട്ട് ചേരും, അപ്പോൾ ഇത് തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അതിൻ്റെ ഇപ്പുറത്തിട്ട് ഓറഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷേ ഇതാണ് ഞാൻ എടുത്തത്. ഇതെടുത്ത് ബില്ലൊക്കെ അടിച്ച് ഞാനാണെങ്കിൽ അതാണ്ട് ഇവിടുത്തെ ഒരു ക്യൂ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഒരു 1.5 ക്യൂ ആണ് നമ്മൾ പൈസ അടയ്ക്കുക. അത് കഴിഞ്ഞിട്ടൊരു നീണ്ട കാത്തിരിപ്പാണ് നമ്മൾ തുണി മേടിക്കാൻ. എല്ലാവരും ഈ ബില്ല് നീട്ടിക്കൊണ്ടിരിക്കുവേ. എൻ്റെ ദൈവമേ, എത്ര നേരം നിന്നിട്ടാണെന്നറിയാമോ നമുക്ക് കിട്ടിയത്. കാരണം ഇപ്പം ഇവിടെ
പെരുന്നാളിൻ്റെ ഓഫറും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് കൊണ്ട് ഭയങ്കര തിരക്കാണ്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ബസ്സും കാറും തമ്മിലുള്ള വമ്പനടി കണ്ട്. വൺ വേ കൂടെ കയറി വന്ന കാറുകാരനെ ബസ്സുകാരൻ മനോഹരമായ ഭാഷയിൽ സംസാരിക്കുന്നു. ബസ്സിലെ ചേട്ടൻ്റെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നത്. ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ചിരിച്ചിരിച്ച് ഞാൻ മരിച്ച് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് ഇവിടുന്ന് കുറച്ച് പച്ചക്കറി സാധനങ്ങളും എല്ലാം മേടിച്ച് അത് ഞാൻ ആ തുണിയുടെ സൈഡിലോട്ട് എടുത്ത് വെച്ച്. പിന്നെ സ്വർണ്ണത്തിന് വില കൂടിയാലും അറേബ്യൻ ജ്വല്ലേഴ്സിലെ തിരക്ക് അതൊരു ഒന്നൊന്നര തിരക്കായിരുന്നു. എന്തോരം തിരക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേയുടെ അവിടെ എത്തിയിട്ട് ഒരു വെള്ളം മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച്. ഒരു നാരങ്ങ വെള്ളം. നാരങ്ങ ഇവിടുത്തെ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ നാരങ്ങ വെള്ളത്തിന് എന്താണെന്നറിയത്തില്ല, ഒരു പ്രത്യേകത രുചി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ചില്ലിനകത്തിരിക്കുന്ന ലഡുവിനെ ഞാൻ കണ്ടത്. ലഡുവിനെ കണ്ടപ്പോൾ ഞാൻ വിടത്തില്ല. ഞാനൊരു ലഡു ആയതുകൊണ്ട് പെട്ടെന്ന് ലഡു മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ മാവ് പൂത്തൊലഞ്ഞ് നിൽക്കുന്നു. മാങ്ങ അണ്ണാനും കിളിയും എല്ലാം കൊണ്ടുപോവാണ്. എന്നാലും കുറച്ച് മാങ്ങ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും അനിത ആൻറ്റിയും കൂടെ ചെന്ന് മാങ്ങ പറിക്കാൻ തുടങ്ങി. പിന്നെ മാങ്ങ പറിക്കാൻ അനിത ആൻറ്റി ബെസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമേ ഇല്ല. അനിത ആൻറ്റി ഇങ്ങനെ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനാണെങ്കിൽ പറഞ്ഞു എന്തിനാ തോട്ടിയുടെ ആവശ്യമേ ഇല്ല, ആൾക്ക് നല്ല നീളമുള്ളതുകൊണ്ട് ആൾ മാങ്ങ പറിച്ച് കഴിച്ച് പുളിയാണെന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു തരുവാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാങ്ങയൊക്കെ പറിച്ച് പിന്നെ പറയായിരുന്നു മാങ്ങ 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 കേട്ടോ. അനിതേൻ്റെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് കൂട്ടുവാണേ മാങ്ങ. ഞാൻ പറഞ്ഞു വിഷറ് വല്ലതും കാണുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷറും കടിക്കത്തില്ലെന്നാണ് പുള്ളിക്കാരിയുടെ വാദം. പിന്നെ വാദം ജയിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതൊരു സൈഡിലോട്ട് മാറി നിന്ന്. പിന്നെ നമ്മുടെ മാവേ നല്ല മാങ്ങയാണ് കേട്ടോ. എന്തോ നമ്മുടെ മാവിൻ്റെ പേര് ചെമ്പരത്തി എന്നല്ലല്ലോ, അയ്യോ തേൻമാവെന്നാണ് കേട്ടോ. തേൻമാങ്ങ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് തേൻമാവ്. ഈ മാങ്ങ ഒന്ന് വിളഞ്ഞു കഴിഞ്ഞാൽ പുളിയും കാര്യങ്ങളും ഒന്നുമില്ല, മധുരം മാത്രമേ ഉള്ളൂ ഈ മാങ്ങയ്ക്ക്. അത്രയും ടേസ്റ്റാണ് മാങ്ങയ്ക്ക് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ അത്യാവശ്യം വിളഞ്ഞത് കൊണ്ട് പഴുപ്പിച്ചിങ്ങനെ തിന്നണം. അത്യാവശ്യം വിളഞ്ഞതേ പഴുക്കത്തുള്ളൂ, അല്ലാതെ ഇതെല്ലാം ഇപ്പോൾ പിച്ചിയെല്ലാം പൊട്ടാണ്. അച്ചാറിടാനോ അല്ലെങ്കിൽ ഉപ്പിലിടാനോ ഒക്കെ പറ്റിയ പരുവേ ഉള്ളൂ. ബാക്കി നിർത്തിയേക്കുമാണ് നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടി, ഒന്ന് വിളയാൻ വേണ്ടി. വിളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ തേക്കിലയും പിച്ചിക്കൊണ്ട് വരുവാണ്. ഞങ്ങൾ കവർ എടുത്തുകൊണ്ട് വരാൻ മറന്നു. പിന്നെ തിരിച്ചവിടെ വരെ നടക്കണമല്ലോ. എനിക്കിത് വയ്യ നടക്കാനെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ തേക്കില പിച്ചിട്ടുണ്ട്, മാങ്ങ എല്ലാം നമുക്ക് തേക്കിലക്കകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടെ അടുത്ത് പോയി സഹായിച്ചു കൊടുത്തു. ഇതാ മാങ്ങാണ്ട് ഇത് ഇത്രയും ഇനി നമ്മൾ വിളയാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. വിളഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു കൊങ്കേമം തന്നെ. പിന്നെ ഇങ്ങോട്ടുള്ള ജയശ്രാൻ്റെ അയ്യത്തെയൊക്കെ കത്തിച്ച് അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ മരമെല്ലാം കത്തിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചുമന്ന കളർ പോലെ. ഞാൻ അതാ ഇങ്ങനെ വീഡിയോ എടുത്തത്. എനിക്ക് കണ്ടിട്ട് കൊതി വന്ന് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. പക്ഷേ ഈ മരമെല്ലാം പോയപ്പോഴത്തേക്ക് ഭയങ്കര വെയിലും നല്ല ചൂടും തുടങ്ങി. മരമൊക്കെ ഉള്ളപ്പോൾ അത്യാവശ്യം ചൂടില്ലായിരുന്നു. പിന്നെ ഇത് വിറകാണ്, ഇവിടെ മഴ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് വീട്ടിലേക്ക് അത്യാവശ്യം വിറകെല്ലാം കൊണ്ട് ശേഖരിച്ച് വെക്കാമെന്ന്. അല്ലെങ്കിൽ കത്തിക്കാൻ നേരം എന്തോ കത്തിക്കും. വൈകിട്ടായപ്പോഴത്തേക്ക് നല്ല ഉഴുന്നോടെയും പരിപ്പോടെയും. അമ്മ ആണെങ്കിൽ ഒരു ബർഗറും മേടിച്ചുകൊണ്ട് നന്ദുവിന് കൊടുത്തേ. പിന്നെ നന്ദു ആയതുകൊണ്ട് എന്ത് സാധനം തരാവോ എന്ന് ചോദിച്ചാലും തരൂല എന്നല്ലാതെ വേറെ ഒരു വർത്തമാനം അവിടെ വായന കിട്ടത്തില്ല. ഞാൻ എടുക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ആൾ നൈസായിട്ട് അതിൻ്റെ കമ്പും കോലും എല്ലാം വലിച്ചൂരിയിട്ട് റൂമിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.